മൂന്ന് പേരിലെ മന്ദബുദ്ധി എന്ന് പറയുന്നത് കാവ്യാണെന്ന് ഞാൻ പറയും. കാരണം അത്ര ബുദ്ധിയില്ലാത്തൊരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് അവളെ തോന്നിയിട്ടുള്ളത്. സിനിമയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു പാവം പെണ്ണായിട്ടാണ് എനിക്ക് കാവ്യയെ തോന്നിയിട്ടുള്ളത്. അവളെ സിനിമയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് പേര് പറ്റിച്ച കഥകൾ എനിക്കറിയാം. അതായത് പറഞ്ഞു പറ്റിക്കുന്ന, എന്ത് മണ്ടത്തരം പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു അവള്. ഞാൻ ഒരേ ഒരു പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ, അതായത് ദിലീപിന്റെ ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ ചർച്ചയ്ക്ക് പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് കാനഡയിലുള്ള രമേഷ് നായർ എന്ന് പറഞ്ഞ എന്റെയും ദിലീപിന്റെയും സുഹൃത്തായ രമേഷ് നായർ എറണാകുളത്ത് വരികയും ഞങ്ങൾ ഒന്നിച്ച് ദിലീപിന്റെ വീട്ടിലൊരു സന്ധ്യക്ക് പോയപ്പോ കണ്ട പരിചയമല്ലാതെ എനിക്ക് കാവ്യ പരിചയമില്ല. പക്ഷെ അവിടെ ഇരുന്ന ആ ദിലീപിന്റെ വീട്ടിലിരുന്ന ഒരു 10-25 മിനിറ്റ് ഇരുന്നതിനിടയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഈ വിശ്വസിക്കുന്ന ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ് കാവ്യ എന്നാണ് എനിക്ക് ആ നേരിൽ കണ്ടപ്പോഴും തോന്നിയത്. അങ്ങനെ ഒരേ ഒരു പ്രാവശ്യം ഞാൻ കാവ്യ കണ്ടിട്ടുണ്ട്. താങ്ക് യു ദിനേശ്. സംസാരിക്കുന്നതിന് ഫീസ് ആവശ്യപ്പെടുന്നെങ്കിൽ അവരോട് തീർച്ചയായിട്ടും പറയണം. താങ്ക് യു. ഈടാക്കി ദിനേശായിട്ട് എത്തിച്ചേർന്നായിരിക്കും. അല്ല, അങ്ങനെ ഫീസ് ഈടാക്കുന്ന ഒരാളായിരുന്നെങ്കിൽ 118 മണിക്കൂർ എന്റെ കാറിൽ എന്റെ പൈസയിൽ പെട്രോൾ അടിച്ച് ഞാൻ ഒരു ചാനലിന്റെയും OB വാൻ എന്റെ വീട്ടിൽ വരാൻ സമ്മതിച്ചിട്ടില്ല. ഒരു ചാനലിന്റെയും വണ്ടി എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇപ്പൊ പീപ്പിൾ എന്നെഴുതിയ അല്ലെങ്കിൽ മനോരമ എന്നെഴുതിയ ഒരു കാർ വന്ന് എന്റെ വീട്ടിലിടയിൽ കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ താമസിക്കുന്ന വാടക വീടിന്റെ ചുറ്റുമുള്ളവർക്ക് പോലും അറിയില്ല ഞാൻ ആരാണെന്ന്. അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ 118 മണിക്കൂർ സംസാരിക്കാനായി ഈ ചാനലുകളിൽ പോയതിന് ചാനലുകളിൽ നിന്നൊക്കെ എത്ര കാശ് വാങ്ങാമായിരുന്നില്ലേ? ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ യാതൊരു വ്യാമോഹവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നല്ലൊരു വ്യക്തിത്വമാണ് ദിനേശ്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ ഈ വിഷയത്തില്, ഈ ദിലീപിന്റെ വിഷയത്തില് അങ്ങ് വളരെ ആത്മവിശ്വാസത്തിലാണ്. ഈ ആത്മവിശ്വാസത്തിനിടയാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ ഈ 38 വർഷത്തിനിടയിൽ നാഷണൽ അവാർഡ് കിട്ടിയ സുഹൃതമടക്കം MG വാസുദേവൻ നായരുടെ തിരക്കഥയിലുണ്ടായ സുഹൃതമടക്കം ഞാൻ 39 സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെ ആയിരുന്നു. ഞാൻ ഈ 36 വർഷത്തെ സിനിമാ ലൈഫിനിടയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനോട് പോലും, ഒരു പെൺകുട്ടിയോട് പോലും അപമര്യാദയായി പെരുമാറാത്ത ആളെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനിപ്പോൾ പുറപ്പാട് പോലുള്ള ഒരു വലിയ സ്ക്രീനിൽ ചെയ്ത സിനിമ ചെയ്യുമ്പോഴും അതിൽ വർക്ക് ചെയ്ത പാർവതിയെയും സിത്താരയും പോലുള്ള യുവനായികമാരെ എന്നെ എങ്ങനെയാണോ കണ്ടിരുന്നത്, ഒരു ചേട്ടനായി കണ്ടിരുന്നുവെങ്കിൽ അതിലെ കാളവണ്ടിയുടെ പുറകെ യാത്ര ചെയ്യാൻ വന്ന 500 രൂപയ്ക്കോ 300 രൂപയ്ക്കോ യാത്ര ചെയ്യാൻ 40 ദിവസത്തോളം സെറ്റിലുണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ഞാൻ കാണുന്നത് എൻ്റെ അനിയത്തിയായിട്ടായിരുന്നു. ഞാൻ ഒരാളിനോടും സിനിമയുടെ ഒരു സുഖവും ചോദിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ ചർച്ചയിൽ, ഈ വിഷയത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇയാളൊരു പെണ്ണുപിടിയനോ അല്ലെങ്കിൽ ഒരു ബോറനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടിയെ മിസ്യൂസ് ചെയ്യുകയോ ചെയ്ത ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകില്ലായിരുന്നു. ആ സംസാരിച്ച 118 മണിക്കൂർ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ദിലീപിനെ പരിചയവുമില്ല. എന്നാൽ അതിലെ ആക്കപ്പെട്ട പെൺകുട്ടി എന്ന് പറയുന്നത് ആ ചർച്ചകളിൽ പങ്കെടുത്തതിൽ ആ പെൺകുട്ടിയുമായി ബന്ധമുള്ള ഒരൊറ്റ ആളെ സിനിമാക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ, അത് ദിനേശാണ്. കാരണം എൻ്റെ സിനിമയിൽ നായികയായ കുട്ടിയാണ്. അവളുടെ അച്ഛൻ 30 വർഷം മരിക്കുന്നത് വരെയും ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ, ഞാൻ സ്നേഹത്തോടെ ബാലു എന്ന് വിളിക്കുന്ന ബാലചന്ദ്രൻ എൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ നവ്യ നായർ അടക്കം ഒരുപാട് നായികമാരോട് എൻ്റെ സിനിമയിലെ നായികയാവാനായി കാണാൻ ചെന്നപ്പോൾ ഞാൻ നവാഗതനായതുകൊണ്ട്, ആദ്യമായി ഒരു സിനിമ ചെയ്യുന്ന ആളായതുകൊണ്ട് എല്ലാവരും ഓരോ തിരക്കുകൾ പറഞ്ഞ് മാറിക്കളഞ്ഞു. അങ്ങനെ എൻ്റെ സിനിമയിൽ നായികയായ കുട്ടിയാണ് ഇതിലെ എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിൽ ഞാൻ 100% വിശ്വസിക്കുന്നു, ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ്. അയാളെ ശരിക്കു പറഞ്ഞാൽ ട്രാപ്പിലാക്കി അയാളുടെ തലയിൽ വച്ചു കൊടുത്തതെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അയാളെ കണക്ട് ചെയ്യാവുന്ന, ഈ കേസുമായി കണക്ട് ചെയ്യാവുന്ന ഒരു വിവരവും ഈ സമയം വരെയും പോലീസിന് കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഹലോ, പറയും. ആദ്യത്തെ സംഭവം കഴിഞ്ഞപ്പോ ഇപ്പൊ ഇന്നലെ ഒക്കെ തുടങ്ങിയേക്കണ ആ കേസ്, അതിന്റെ ഒരു ഇതിനെ കുറിച്ച്, അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും? അതിന്റെ അകത്ത് ദിലീപിനൊപ്പമാണോ? അതിനെ കുറിച്ച് പറയാൻ കഴിയുമോ? ഞാൻ എല്ലാം ചേർത്താണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ വന്നിരിക്കുന്നത് ആദ്യത്തെ 4 വർഷക്കാലം പോലീസ് അന്വേഷിച്ചിട്ട് തലകുത്തി മറിഞ്ഞ്, നമ്മുടെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമാന്മാരായ, രാഷ്ട്രീയക്കാരുടെ ഇടപെടലില്ലെങ്കിൽ നന്നായി കേസ് കൈകാര്യം ചെയ്യുന്ന
ബ്രില്യൻ്റ് ആയ പോലീസ് ഓഫീസേഴ്സ് ഒരുപാടുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ 4 വർഷക്കാലം തല പുകഞ്ഞ് തലകുത്തി മറിഞ്ഞിട്ട് പോലും ഇയാളെ കണക്ട് ചെയ്യാവുന്ന ഒന്നും കിട്ടാതെ പോയപ്പോൾ കിട്ടിയ കച്ചിത്തുരുമ്പായിട്ടാണ് ഈ ദ്രോഹിയായ ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്ത് താങ്കളുടെയും എന്റെയൊക്കെ വീട്ടിൽ വന്നിരുന്നിട്ട് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നവനെ ഞാൻ ദ്രോഹി എന്നേ പറയുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചിലപ്പോൾ വീട്ടിലിരുന്ന് അല്പം മദ്യപിച്ചപ്പോഴോ അല്ലെങ്കിൽ മനസ്സിലുണ്ടായ പക കൊണ്ടോ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാളെ ടോർച്ചർ ചെയ്തതുകൊണ്ടോ ഇവനെയൊന്നും ഞാൻ വെറുതെ വിടില്ല, ഇവനെയൊക്കെ ദൈവം ഇവനൊക്കെ കൊടുക്കും, ഇവനൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എനിക്കൊരു 11 വർഷക്കാലം ഞാനൊരു സ്റ്റുഡിയോ നടത്തിയ ആളായതുകൊണ്ട് എനിക്കറിയാം നമുക്ക് ഓഡിയോ ഒക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ കഥ മാറ്റാൻ വേണ്ടി എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തോ എഡിറ്റ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത സാധനം കൊണ്ട് കിടന്ന് ഒരു സിനിമ ചെയ്യാൻ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ഇതാ എൻ്റെ എല്ലാ തെളിവും ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടു ചെല്ലുന്നവനെ വിശ്വസിക്കുന്ന പോലീസിനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഇതൊന്നും ദിലീപിനെ ഈ കേസുമായി കണക്ട് ചെയ്യാൻ ഒരു തരത്തിലും ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുപോലെ ഈ ബാലചന്ദ്രൻ അദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായിട്ടിരുന്ന ആളായിരുന്നു യഥാർത്ഥത്തില്. അതേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്ന് ആണോ? ഒരിക്കലല്ല ഇയാളുമായിട്ട് ബന്ധം ഈ ദിലീപും ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധം. ബാലചന്ദ്ര മേനോന്റെ പേരേ പറയരുത്, ആ വലിയ മനുഷ്യനെ നമുക്ക് മാറ്റി നിർത്താം. ഈ ബാലചന്ദ്ര കുമാർ എന്ന് പറഞ്ഞവൻ 26 വർഷം മുമ്പ് എന്നെ പരിചയപ്പെട്ട ആളാണ്. എന്റെ വലയം എന്നുള്ള സീരിയൽ അടക്കം അവിടെ ലൊക്കേഷനിൽ ഒരു കാർ ഓടിക്കാൻ എടുക്കാമോ എന്ന് ചോദിച്ചൊരു അംബാസഡർ കാറും കൊണ്ട് എന്റെ അടുത്ത് വന്ന ആളാണ്. പിന്നെ ഞാൻ ഒരു 21 വർഷം കഴിഞ്ഞ ശേഷമാണ് അയാൾ എന്നെ പിന്നെ വിളിക്കുന്നത്. ദിലീപേട്ടൻ ഇങ്ങനെ ജയിലിലാണ്, ദിലീപേട്ടന് വേണ്ടി കരിക്കകത്ത് പൂജ ചെയ്തിട്ട് വരികയാണ്, താങ്കൾ ഇപ്പൊ മനോരമ ലൈവിൽ പങ്കെടുക്കുന്നല്ലോ, അത് അറിഞ്ഞിട്ട് ഞാൻ വന്നാണെന്നുണ്ട്. മനോരമയുടെ മുന്നിൽ വെച്ചാണ് ഞാൻ പിന്നെ 21 വർഷത്തിന് ശേഷം ഇയാളെ കണ്ടത്. അന്ന് ഇയാൾ ഒരു ദിലീപിന്റെ വലിയ ഭക്തനായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ കരിക്കകത്ത് പോയി, കരിക്കകത്ത് അമ്മയോട് പ്രാർത്ഥിച്ച് അവിടെ ഒരു ഡോർ തുറക്കാൻ എന്തോ പൈസ അടച്ചാൽ, നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് എന്തോ അഡീഷണൽ പൈസ കൊടുത്താൽ അവിടെ ഒരു വാതിൽ തുറക്കും അത്ര ദേവിയുടെ. അങ്ങനെ വാതിൽ തുറന്നിട്ട് ഞാൻ വരികയാണ്. കാരണം എങ്ങനെയും ദിലീപ് സാറിനെ രക്ഷപ്പെടുത്തണം, കാരണം ജീവിതത്തിൽ അയാൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ കൂടെ പറഞ്ഞ ആളാണ് ബാലചന്ദ്ര കുമാർ. ആ മനുഷ്യൻ ഇപ്പോ ദിലീപ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ചാനലിലൊക്കെ വന്നിരുന്നത് ആ ദിലീപ് ഉണ്ടല്ലോ, അവൻ നാളെ അവനെ വേറെ എന്തൊക്കെ വിളിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു സിനിമ ചെയ്യാൻ അവസരം കൊടുക്കാൻ വേണ്ടി പുറകെ നടക്കുകയും അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാളെ കൊന്നേ അടങ്ങും, അല്ലെങ്കിൽ അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച് അടങ്ങും എന്ന് പറഞ്ഞ് കുറെ തെളിവുമായിട്ട് നടക്കുന്നു. പിന്നെ അയാൾ കള്ളമാണ് പറയുന്ന അത്രയും. കാരണം അയാൾ പറയുന്നു 10 ലക്ഷം രൂപ എനിക്ക് സംവിധാനത്തിന് അഡ്വാൻസ് തന്നാണ്. ഇവന് 10 ലക്ഷം രൂപ പ്രതിഫലം പോലും കൊടുക്കാനുള്ള യോഗ്യത അവൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇവൻ ലാൽ ജോസ് അല്ലല്ലോ ഇവൻ 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങാൻ. പറയുന്ന കേട്ടതൊന്നും ജോർജ് സാറിന്റെ മോളിലാണ് അവനെന്ന് തോന്നുന്നു. എനിക്ക് പ്രതിഫലം 50 ലക്ഷമായിരുന്നു, അതിൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നതാണ്, അല്ലാതെ ഞാൻ നെയ്യാറ്റിൻകര രൂപതയുമായി ഈ കേസ് കണക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇവൻ പറയുന്നു. നെയ്യാറ്റിൻകര രൂപതയുടെ മുന്നിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ബാലേന്ദ്ര കുമാർ. അതായത് അച്ഛനെ കൊണ്ട് ഞാൻ ഇതില് ഇടപെടുത്തിച്ച് ജാമ്യം കൊടുക്കാത്ത ജഡ്ജിയെ പഠിപ്പിച്ച ആളാണ് ഈ അച്ഛൻ. ആ ബിഷപ്പിനെ കൊണ്ട് ഞാൻ എറണാകുളം വരെ പോകാൻ എനിക്ക് വാടകയ്ക്ക് ഒരു ബെൻസ് കാർ എടുത്ത് തന്നാൽ ഞാൻ എറണാകുളത്ത് ചെന്ന് ഈ അച്ഛനെയും കൂടെ കൊണ്ടുപോയി ജാമ്യം എടുത്ത് കൊടുക്കുമായിരുന്നു എന്ന് എൻ്റെ കൂടെ പറഞ്ഞാണ്. പക്ഷേ ദിനേശ് ചേട്ടാ, ദിലീപിന്റെ അളിയനോ ദിലീപിന്റെ അനിയനോ ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇഷ്ടപ്പെടാത്തവരാണ്. കാരണം എങ്കിലല്ലേ അയാൾ ജയിലിൽ കിടന്നാൽ മാത്രമല്ലേ ഇവർക്ക് കാശ് കൊണ്ട് വിലസാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞു അയ്യോ ഈ കാര്യങ്ങളിലൊന്നും ദിനേശ് ഇടപെടില്ല എന്നുകൊണ്ട് ഞാൻ കയ്യൂരിയ ആളാ. ഇപ്പൊ പറയാണ് എനിക്ക് നെയ്യാറ്റിൻകര ബിഷപ്പിനെയും പരിചയമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തെളിവ് എന്നോട് അയാൾ സംസാരിച്ചു. അപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ബോറൻ ഒരു ചെറുക്കന്റെ കുറെ എഡിറ്റ് ചെയ്ത ഓഡിയോയും കൊണ്ടാണ് പോലീസ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹതാപമേ ഉള്ളൂ. ഇത് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബാലചന്ദ്രകുമാർ അല്ല ഇതിന്റെ പിന്നിലുള്ളതെന്ന് പകൽ പോലെ വ്യക്തമാവില്ലേ? വളരെ ചെറിയ ഒരു കാരണം, അതായത് ഒരു സിനിമയില് ഒരു അടുത്ത പടത്തിനുള്ളൊരു ഇത് കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ ഇത്രയും വലിയ ഒരു ക്രൈസിസിലേക്ക് ഇതിനെ തള്ളി നീക്കാനുള്ളൊരു മനസ്ഥിതി അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് കരുതാൻ കഴിയുമോ?
ഒരു വാചകം കൂടി എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഈ വിഷയം ഇപ്പോ ഈ സ്റ്റേജിലാണ് നമ്മുടെ മുഖ്യധാര മുൻനിരയുള്ള 2 നടന്മാര് ഇതിനോട് പ്രതികരിച്ചതായിട്ട് ചില ഇത് കാണുന്നത്. അതുവരെ ഒന്നും വലിയ കാര്യമായ പ്രതികരണങ്ങൾ മുൻനിരയിലുള്ള 2 നടന്മാർ പ്രതികരിച്ചിട്ടില്ല. അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണാൻ കഴിയുക? 4 വർഷക്കാലം പ്രതികരിക്കാതിരുന്നവർ ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ പ്രതികരിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ടും അതിന് കൃത്യമായ അജണ്ടയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 4 വർഷം മുമ്പ് ആ കുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ദിലീപിനെ തള്ളി പറയണമായിരുന്നു. ഇപ്പോ അവര് ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന് അവസാന ലാപ്പിൽ വന്ന് ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുകയും അവര് പിന്തുണ പ്രഖ്യാപിച്ചോട്ടെ, പക്ഷെ അതിന്റെ കൂടെ ഒരു വരി കൂടെ പറയണമായിരുന്നു. ഞങ്ങള് ആ സഹോദരിയുടെ കൂടെ നിൽക്കുന്നു, പക്ഷേ യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു വാക്കുകൂടെ പറഞ്ഞായിരുന്നു. അതിന് പകരം അവര് ഇരുട്ടത്ത് നിൽക്കുന്ന പോലെ നിന്നുകൊണ്ട് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് എന്തോ ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ദിലീപിനോട് എന്തോ ശത്രുതയുണ്ട്, അല്ലെങ്കിൽ ദിലീപിനെ ഇപ്പൊ ആണി അടിച്ചാൽ ദിലീപിന് ആണി നന്നായിട്ട് കൊള്ളും എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പിന്തുണ ഇപ്പൊ വന്നിരിക്കുന്നത്. അതൊക്കെ കാലം തെളിയിക്കട്ടെ, അല്ലാതെ ഞാൻ ഇതിനൊന്നും കൃത്യമായ മറുപടി പറയുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നാളെ ഭാരത് ലൈവ് എന്ന് പറഞ്ഞൊരു ചാനലിൽ നാളെ എൻ്റെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്. ആ ഇന്റർവ്യൂ കഴിയുമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഭാരത് ലൈവ് എന്ന് അടിച്ച് കണ്ടു നോക്കുക. അതിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഈ കേസ് 4 വർഷം മുമ്പ് തന്നെ എന്നോട് ബാലചന്ദ്ര കുമാർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ ADGP ആയ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ഇതിൽ പങ്കെടുപ്പിക്കാം, അദ്ദേഹം ഇടപെട്ടാൽ ഈ കേസ് പുല്ലുപോലെ ഊരിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ചുരുങ്ങിയത് ഒരു 10 രൂപ കൊടുക്കണം. ഞാൻ ചോദിച്ചു 10 എന്ന് പറഞ്ഞാൽ 10 കോടി രൂപ കൊടുക്കാമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഈ കേസ് പുഷ്പം പോലെ ഊരിത്തരാം. പിന്നെ 2, ഞാൻ അദ്ദേഹത്തെ നിരന്തരമായി വിളിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരി ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരാളാണ്, ഒരു ജഡ്ജാണ്. ഞാൻ അവരെയും വേണമെങ്കിൽ ഇതിൽ ഇടപെടുത്തിക്കാം. ഞാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വഴിവിട്ടുണ്ടാക്കുന്ന സ്വത്തുക്കൾ അനന്യ എന്ന് പറയുന്ന സിനിമാ നടിയുടെ ഭർത്താവായ ആഞ്ജനേയൻ എന്ന് പറഞ്ഞ ആളാണ് കൊച്ചിയിൽ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്ന തലപ്പത്തിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. അപ്പൊ ഞാൻ നാളെ ഭാരത് ലൈവിൽ ഞാൻ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, 4 വർഷക്കാലം ദിലീപിന്റെ പുറകെ നടന്ന് റെക്കോർഡ് ചെയ്തവൻ തീർച്ചയായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റേതും റെക്കോർഡ് ചെയ്തിരിക്കാം. അദ്ദേഹം പെൻഷൻ ആയാലും എപ്പോഴെങ്കിലും അവനുമായിട്ട് തെറ്റിയാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും യവൻ പുറത്തുവിടും. അതുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം. യവന്റെ ലാപ്പിലോ യവന്റെയോ ഭാര്യയുടെയോ ഫോണിലോ അല്ലെങ്കിൽ മൂന്നാമത് വേറൊരു രഹസ്യ ഫോണിലോ ഏതിലെങ്കിലുമൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് യവൻ റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കായിരിക്കും. 5-10 വർഷം കഴിഞ്ഞാലും ഈ IPS ഉദ്യോഗസ്ഥനെതിരെ യവൻ ഇതെടുത്ത് വീശുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം യവൻ ഒരു ചതിയനാണ്. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഭാരത് ലൈവില് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദവും ഇവർ റെക്കോർഡ് ചെയ്തിരിക്കാം. അദ്ദേഹം എന്തെങ്കിലും വഴിവിട്ടൊക്കെ ഇവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിന് അത് ദോഷമാകാം. ഈ ദിലീപിനെ തന്നെ കുരുക്കാൻ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവൻ റെക്കോർഡ് ചെയ്തിരിക്കാം. നാളെ അവൻ ഇതെടുത്ത് പുറത്തു വിടുകയാണെങ്കിൽ അദ്ദേഹത്തിനും ദോഷം വരാം. അതുകൊണ്ട് കൃത്യമായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിന്റെ ഫോണും നിന്റെ ലാപ്പും നിന്റെ ഭാര്യയുടെ ഫോണും ഒക്കെ കൊണ്ടുപോടാ എന്ന് പറയണം. അതിൽ ശബ്ദമുണ്ടോ എന്ന് പരിശോധിച്ച് അതെല്ലാം അദ്ദേഹം സൂക്ഷിച്ച് മാറ്റിയില്ല എങ്കിൽ അദ്ദേഹത്തിനും ദിലീപിനുണ്ടായ ഈ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാളെ വരുന്ന എന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത്. ചോദ്യം ചോദിക്കാമോ? ചോദിച്ചോ. മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോ ടൊറൂക്കാണ് ആദ്യം, നമ്മൾ ഓർഡറിൽ പോവാണ്. ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത്. ശ്രീ ടൊറൂക്ക്, സ്റ്റേറ്റ്മെന്റുകളല്ല വേണ്ടത്. ചോദ്യത്തിലേക്ക് വരൂ ശ്രീ ടൊറൂക്ക്. ഞാന് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. പിന്നെ വിളിച്ചപ്പോ എന്നാലും ചോദ്യമായിട്ട് ഇപ്പൊ ചോദിക്കാനായിട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഇപ്പൊ എനിക്ക് വന്നൊരു 5 വർഷത്തിന് മേലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്. താങ്കളെ ഒരു മിനിറ്റ് ടൊറൂക്ക്, നമ്മള് അധികം സമയം കളയുന്നില്ല. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. താങ്കൾ ചോദ്യം നേരെ ചോദിക്കാവുന്നതാണ്. ആ ചോദ്യത്തിലേക്ക് ഓക്കെ. എന്റെ ചോദ്യമാണ്, അതായത് ഈ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ നീളുന്നോണ്ടല്ലോ, അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ആർക്കിടെ ഇതിൽ വന്നാലും കുഴപ്പമില്ല, വിധി പ്രശ്നമില്ല, നമ്മളത് നോക്കണം. ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന് മുമ്പായിട്ട് പെട്ടെന്ന് താങ്കൾ ദിലീപിന്റെ ഒരു ഇതായല്ലോ, ദിലീപിന്റെ സൈഡിൽ നിന്നാണല്ലോ ചിന്തിക്കുന്നത്.
അപ്പോ ഇത് എപ്പോഴെങ്കിലും ദിലീപിന്റെ സൈഡിൽ നിന്ന് ഇത് പുള്ളി പൂർണ്ണമായും നിരപരാധിയാണെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് ഇത് പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു ഇതിൽ എങ്ങനെ കേസുമായിട്ട്, അതായത് ഒരു കൗണ്ടർ അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു നിലപാട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനായിട്ട്. ഇത് അതായത് ഇത്രയും ടൈം പോവാതെ തീർക്കാനായിട്ട് ദിലീപിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ. അതിന് എനിക്ക് പറയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ADGP സന്ധ്യ തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഫ്ലൈറ്റ് കാത്തു നിൽക്കുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ TV-യിൽ ഒരു സംവാദം നടക്കുന്നു. ആ സംവാദത്തിൽ ഞാൻ പങ്കെടുക്കുന്നു, മംഗളം ചാനൽ. ഞാൻ ADGP സന്ധ്യയെക്കുറിച്ച് എന്തോ സംസാരിച്ചത് കേട്ടോണ്ട് നിന്നോണ്ട് തന്നെ അവരടുത്ത് നിന്ന് CA-യോട് പറഞ്ഞു ഇയാളുടെ പേരിൽ കേസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ CA ചോദിച്ചു, അയ്യോ മാഡം എന്ത് കേസ് എടുക്കാൻ, ഏതെങ്കിലും വകുപ്പിട്ട് അവന്റെ പേര് കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നെടുമ്പാശ്ശേരി പോലീസ് എന്റെ പേരിൽ ഒരു കേസ് എടുത്തു, പോലീസുകാരുടെ കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ അങ്കമാലി പോലീസ് കോടതി കിടക്കുകയാണ്. 4 വർഷമായിട്ട് ഇതുവരെ വാദം പോലും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് കൂടെ വിളിച്ച് മാറ്റി വയ്ക്കുന്നതല്ലാതെ 4 വർഷമായിട്ട് അതിൻ്റെ ഒരു ചോദ്യം പോലും എന്നോട് കോടതി ചോദിച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ കേസുകൾ ഇങ്ങനെ അനന്തമായി നീണ്ടു NH പോലെ പോകുന്ന ഒരു നിലപാടാണുള്ളത്. പക്ഷേ ഇപ്പോൾ തന്നെ 3-ാമത്തെ പ്രാവശ്യമോ 4-ാമത്തെ പ്രാവശ്യമോ സർക്കാർ സുപ്രീം കോടതിയിൽ ചെന്ന് പറഞ്ഞു ഈ ദിലീപിന്റെ കേസിന്റെ വിധി പറയുന്നത് ഒരു 6 മാസം കൂടെ നീട്ടി വെക്കണം, കാരണം ഇനിയും ചിലരെ ചോദ്യം ചെയ്യാനുണ്ട്. 4 വർഷമായിട്ട് ചോദ്യം ചെയ്ത് തീർന്നില്ല. ആലോചിച്ചൊക്കെ 220 പേരെ സാക്ഷികളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും തീർന്നിട്ടില്ല, ഇനിയും ആളുകളെ കൊണ്ടുവരാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ദിലീപ് അതിന്റെ എതിർ പെറ്റീഷൻ കൊടുത്തു. ഇങ്ങനെ അനന്തമായി ഈ കേസ് നീട്ടുന്നത് എന്നെ മാനസികമായി തകർക്കാനാണ്, അതുകൊണ്ട് ഇങ്ങനെ നീട്ടരുതെന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ സർക്കാർ പറഞ്ഞാലൊന്നും കേസ് ഇനി നീട്ടി വെക്കാൻ പറ്റില്ല. അങ്ങനെ അഥവാ 6 മാസം നീട്ടണമെങ്കിൽ ജഡ്ജി പറയട്ടെ, ആ കേസ് കേൾക്കുന്ന ജഡ്ജി പറഞ്ഞാൽ മാറ്റിവെക്കാം, അല്ലാതെ സർക്കാർ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറഞ്ഞ് ഇന്നലെ കേരള സർക്കാരിന്റെ കേസിനെ തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി. അപ്പൊ ആലോചിച്ച് നോക്കിയ ഒരു കേസിനെ എത്ര കാലം നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ പോലും ശ്രമിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി. 4 വർഷമായിട്ട് 220ഓളം സാക്ഷികളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും പോരാ, ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ പോലും ശ്രമിക്കുന്നത്. അതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ അപജയം എന്ന് ഞാൻ പറയും. പക്ഷേ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് കേസ് കഴിഞ്ഞു. കാരണം സർക്കാരിന്റെ വക്കീല് ഇത് ഒരു 6 മാസം കൊണ്ട് നീട്ടിവെക്കണമെന്ന് പറഞ്ഞിടം തന്നെ ദിലീപിന്റെ വക്കീലായ മുഗൾ റോത്തക്കി എന്ന് പറഞ്ഞ ഒരു സിറ്റിങ്ങിനൊക്കെ വലിയ ഫീസ് വാങ്ങുന്ന വലിയ വക്കീലാണ്. അദ്ദേഹം എണീറ്റിട്ട് പറഞ്ഞു ഇത് വെറുതെ ദിലീപിനെ മാനസികമായി തകർക്കാനാണ് ഇവരിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. 220 സാക്ഷികളെ വാദിച്ചിട്ട് പോലും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും തെളിവുകൾ കിട്ടിയില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വം അയാളെ വെട്ടിലാക്കാനാണ്. ഈ കേസിനെ നീട്ടി വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ കോടതി കേസ് തള്ളി. ഇതാണ് നീട്ടി കൊണ്ടുപോകുന്നതിന്റെ പ്രശ്നം. അല്ലാതെ ദിലീപ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന കാര്യം. ഓക്കെ, താങ്ക് യു. അടുത്ത ഞാൻ ശ്രീദേവിലേക്ക് അജി ഒരു മിനിറ്റ്, നമ്മളെ ഓർഡറിൽ തന്നെ പോകാൻ പറ്റും. അല്ല ഞാൻ പുള്ളിയോടല്ലേ ചോദിക്കുന്ന, വേറെ ഞാൻ മൂറ്റ് ഓഡിയൻസ് ആണ്, ഒരു രക്ഷയില്ല. നമുക്ക് ചോദ്യത്തിലേക്ക് തന്നെ വരണം. ശ്രീദേവിലേക്ക് ഞാൻ പോവാണ്. ശ്രീദേവ് വേണ്ട, ഇല്ല അതില്ല. ഓക്കെ. കേൾക്കാവോ? ഹലോ. ശ്രീദേവ് ചോദിച്ചോളൂ. ഹലോ. കേൾക്കാം, ഇവിടെ കേൾക്കാം. നമുക്കൊരു സ്പീക്കർ. ഓക്കെ. അപ്പൊ എനിക്കിത് പറയാനുള്ളത്, ഒരിക്കലും ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് ശ്രീദേവേ ഒരു മിനിറ്റ്, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കൂ. അവിടെ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ശ്രീദേവ് ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഈ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കേൾക്കാൻ പറ്റുന്നോട് വളരെ ഫീബിൾ ആയിട്ട് എത്രയോ ദൂരെ നിന്ന് ആ കോള് വന്നോണ്ട എനിക്ക് തോന്നുന്നത് ഒന്ന് ഇറങ്ങിയിട്ട് കയറിയാലേ, ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ലീവ് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ വാട്സപ്പിൽ അയച്ച ലിങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. എക്സിറ്റ് ആവണ മുകളിൽ ലീവ് ക്വൈറ്റ്ലി എന്നുള്ള ആ ഒരു പോർഷൻ ഉണ്ട്, അവിടെ ഞെക്കി. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നല്ലോ. ഇപ്പൊ ക്ലിയർ ആയിട്ടില്ലേ? ദിനേശേട്ടൻ പോയി? ഇല്ല, പോയിട്ടില്ല. അത് അദ്ദേഹം പുറത്തു പോയിട്ട് വന്നതാണ്. ഇപ്പൊ
ക്ലിയർ ആയിട്ടുണ്ട്. ഇനി സംസാരിക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്യുക, ആ സ്ക്രീനിന്റെ താഴെ മൂലക. ശ്രീദേവ് ചോദിച്ചോളൂ. ശ്രീദേവ് ചോദ്യമായിട്ടാണ് ചോദിക്കേണ്ടത് കേട്ടോ. ശ്രീദേവ് അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാത്തത്? ഈ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് കുറ്റാരോപിതനായ വ്യക്തിയാണ് ദിലീപ്. ഇതിനകത്തായി ആ കുറ്റാരോപിതനെ അനുകൂലിക്കുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഇത്തരം ഒരു കേസിൽ. കാരണം ഇതൊരു റേപ്പ് കേസാണ്. ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് കുറച്ച് ആളുകൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല, ചോദ്യം ചോദിക്കോ? ആ ചോദ്യം തന്നെയാണ് വരുന്നത്, ആ ചോദ്യമല്ലേ വരുന്നത്. അപ്പം ഇതിനകത്ത് ഇരയാക്കപ്പെട്ട സ്ത്രീയോടൊപ്പമാണ് പൊതുസമൂഹവും എല്ലാ ആളുകളും നിൽക്കേണ്ടത്. കാരണം ഇവിടെ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ആ ഇരയുടെ ഒപ്പം അപ്പോൾ നിങ്ങള് ഈ പറയുന്ന ചോദ്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായമല്ല, ചോദ്യമാണ് ചോദിക്കേണ്ടത്. ഇത് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഈ വ്യക്തി സ്ഥിരമായിട്ട് ഈ രീതിയില് അല്ല, അത് ചോദ്യമല്ല. ദയവ് ചെയ്ത് ചോദ്യം ഇപ്പൊ ഏത് തരം ചോദ്യം ചോദിക്കാം. അല്ല ഫ്രണ്ട്സ് ടൈം വരാം. പോസിറ്റീവ് നമ്മളിവിടെ പല ഗസ്റ്റുമാരും വന്നിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അതിന്റേതായ ആ ലിമിറ്റിനകത്തുനിന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വേറെ എനിക്ക് ചോദ്യം നേരത്തെ ചോദിച്ച ആളിനോട് തന്നെയാണ് ആദ്യം മറുപടി പറയാനുള്ളത്. അദ്ദേഹത്തോട് പറയൂ, എല്ലാവരെയും ഒരേപോലെ ഒരേ കണ്ണിൽ കാണരുതെന്ന് പറയൂ. ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞു, 36 വർഷം സിനിമയിൽ നിന്നിട്ട് ഒരു പെൺകുട്ടിയോട് പോലും എന്നോടൊപ്പം കിടക്കാമോ എന്ന് ചോദിക്കാത്ത ഒരുത്തനാണ് ഞാൻ ജീവിതത്തിൽ മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, എന്താ പറയുക, വ്യഭിചരിക്കാത്ത, മാന്യമായി ജീവിക്കുന്ന, സിനിമയിൽ ജീവിക്കുന്ന ഒരു പത്രപ്രവർത്തകനും കൂടിയായ ആളാണ് ഞാൻ ഒരുത്തൻ്റെയും ചെലവിൽ ജീവിക്കുന്ന ആളല്ല. എങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമ ചെയ്ത് എവിടെ എത്തിയെന്നെ? ഞാൻ അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല. ഞാൻ നട്ടലുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെതായ പ്രിൻസിപ്പിളുണ്ട്. ഞാൻ ആരുടെ പക്ഷമല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ് അവള്. എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ് അവള്. അവളുടെ അച്ഛൻ 30 വർഷം ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്നു. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അല്ലല്ലോ ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത്. ആ കുട്ടിക്ക് ശിക്ഷ അനുഭവിച്ച പീഡനത്തിന് യഥാർത്ഥ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടണ്ട എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ദിലീപിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ഈ കാര്യത്തിൽ എനിക്ക് പരിചയമില്ലാത്ത, ഇപ്പൊ നല്ല പരിചയമുണ്ട് ദിലീപിനെ. ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്നപ്പോ ദിലീപിനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു ചെയ്യില്ല. കാരണം 2 പെൺമക്കളുടെ അച്ഛനായ ദിലീപിന് ഇത് ചെയ്യാൻ കഴിയില്ല. അഥവാ ചെയ്യണമെങ്കിൽ സിനിമയിലുള്ള ഈ പൊട്ടൻ ചെറുക്കനെ വിളിച്ചൊന്നും കൊടുക്കേണ്ട 1.5 കോടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മട്ടാഞ്ചേരി പോയി ഒരു 10 ലക്ഷം രൂപ കൊടുത്താൽ ചെവി അറിയാതെ ചെയ്യാനുള്ള ആൾക്കാർ കേരളത്തിലുള്ളപ്പോ സിനിമയ്ക്കകത്ത് വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരു ലോക്കൽ ഗുണ്ട ചെറുക്കനെ ആരെങ്കിലും ബുദ്ധിയുള്ളവരെ ഏൽപ്പിക്കുമോ എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ദിനേശ് ഒരുപാട് പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും പോകുന്നത്. അങ്ങനെയൊന്നും ഒരാളിനെ പറയരുത്, അങ്ങനെയൊന്നും ഒരാളിനെ സർട്ടിഫൈ ചെയ്യരുത്. ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ സംസാരിച്ച ഈ അമേരിക്കയിൽ നിങ്ങളുടെ കൂടെ ഉള്ള സിഡ്നിയിലുള്ള അയാൾക്ക് എങ്ങനെ മനസ്സിലായ ഞാൻ പൈസ വാങ്ങുന്നവനാണെന്ന്? അല്ലെങ്കിൽ ദിലീപിന്റെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ചർച്ചയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ ആ ചർച്ചയിൽ ദിലീപിനെ തള്ളയ്ക്ക് വിളിക്കാൻ വരുന്നവന്മാരെല്ലാം ആരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാ വന്നത്? അങ്ങനെയൊന്നും പറയരുത്. പൊതുസമൂഹം എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. കേരളത്തില് അല്ലെങ്കിൽ മലയാളികൾ ഭൂരിപക്ഷം ദിലീപ് ചെയ്യാൻ ഇയാൾക്കാരാ അധികാരം കൊടുത്തത്? തീർച്ചയായിട്ടും അത് വ്യക്തമാണ്. ഞാൻ ഹഡ്സണിലേക്ക് പോകണം. ഹഡ്സൺ നമ്മുടെ ഒരു സ്ഥിരം സ്പീക്കറാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു കേസ് ഇത് ഫയല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും വിശ്വസനീയമായുള്ള തെളിവുകളും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ, സാക്ഷികളും ഉണ്ടെങ്കിൽ ആ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടുള്ള ചില കേസുകൾ, കൊലപാതക കേസുകളിലും മറ്റും അത് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ബാലചന്ദർ കൊണ്ടുവരുന്നത് കേസ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാക്ഷികളും വിസ്താരങ്ങളും ആണെങ്കിൽ ആ കേസ് റീ ഓപ്പൺ ചെയ്യുന്നതിൽ, ആ സാക്ഷികളെ വെച്ചിട്ട് റീ ഓപ്പൺ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ കൂടെ സാക്ഷികളാക്കിയിട്ട് അങ്ങനെ വാദിക്കുന്നതല്ലേ ശരി. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, പൊതുസമൂഹം ഇവിടെ ശ്രീദേവ് പറഞ്ഞ കണക്ക് ദിലീപിന് എതിര് തന്നെയാണ് പൊതുസമൂഹം. ഇവിടെ ഇത്രയും ഈ കേസിന്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടും ഈ ഇതില് മാധ്യമങ്ങളിൽ വരുന്ന ന്യൂസ് കണ്ടിട്ടും എല്ലാം പൊതു മനസാക്ഷി ദിലീപിനെതിര് തന്നെയാണ്. അപ്പൊ ഒരു ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ, ഇപ്പൊ ചിലര് അവർക്ക് ആ വൈരാഗ്യമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പോയി ബലാത്സംഗം ചെയ്യുന്ന മറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു ഗൂണ്ടെ ഒരു തസ്കര ടീം
മുസ്ലിമിനെ ഒരു പെൺകുട്ടിയെ നിഷ്കരണം ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുക. ആ കൊട്ടേഷൻ സംഘം ഇപ്പൊ ശാന്തിവിള പറയുന്ന കണക്ക് ഇപ്പൊ മട്ടാഞ്ചേരിയിൽ നിന്ന് തന്നെ ആകണമെന്നില്ല, അദ്ദേഹത്തിന് വിശ്വസ്തരായ ഒരു കൊട്ടേഷൻ സംഘം എന്നേ ഉള്ളൂ. ഈ പൾസർ സുനിയെ കാണുന്നത്, പൾസർ സുനി അദ്ദേഹത്തിന് വിശ്വസ്തനാണ്, അതുകൊണ്ട് ഏൽപ്പിച്ചിരിക്കാം. അതൊരു മറ്റൊരു ന്യായവാദം അത് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പ്രവൃത്തി ദിലീപിന്റെ മേലിൽ ആരോപിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് തന്നെയല്ലേ ഇവിടെ പൊതുമനസാക്ഷി നിൽക്കേണ്ടതും ആ മനസാക്ഷിയെ മനസാക്ഷിയെ മാറ്റിമറിക്കുന്ന രീതിയിൽ മറ്റു രീതിയിലുള്ള ഒരു പ്രചരണമോ അതിന് താങ്ങാകുന്ന വാദങ്ങളോ ശരിയാണെന്ന് ശാന്തിവിളയ്ക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം. അതായത് പൊതുസമൂഹം അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളിനെ നിങ്ങൾക്ക് പ്രതിയാക്കി അയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് നിശ്ചയിക്കാമെങ്കിൽ ഇവിടെ കോടതി വേണ്ടല്ലോ, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടല്ലോ. ഇത് ദിലീപ് തന്നെ ആയിരിക്കും. കാരണം ഭാവനയും ഇയാളുമായിട്ട് എന്തോ ഉടക്കുള്ളത് കൊണ്ട് അയാൾ നമുക്ക് തീരുമാനിക്കാമെങ്കിൽ, ശിക്ഷ വിധിക്കാമെങ്കിൽ പിന്നെ ഇവിടെ കോടതി എന്തിന്? ഇരയുടെ പേര് പറയല്ലേ? ഒരു മിനിറ്റ് അജി ഓക്കെ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ നമുക്കൊരു മുൻധാരണ ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ആ കുട്ടിയോട് എന്റെ സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ്, അവളോട് എനിക്ക് ഒരു അനിയത്തിയോടുള്ള വാത്സല്യമുള്ള ആള് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പൾസർ എന്ന് പറഞ്ഞ ഒരു ലോക ചെറുക്കനെ ഇയാൾ വാടകയ്ക്ക് എടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അമേരിക്കയിൽ ഇരിക്കുന്നെങ്കിലും നിങ്ങൾക്ക് എല്ലാം കാണാൻ കിട്ടുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 വർഷക്കാലത്തിനിടയിൽ ദിലീപിന്റെ 2 സിം, ദിലീപിന്റെ അളിയൻ സൂരജിന്റെ സിം, മറ്റേ അയാളുടെ അനിയൻ അനൂപിന്റെ സിം, അയാളുടെ PA ആയ അപ്പുണ്ണിയുടെ സിം, അങ്ങനെ 6 സിം 4 വർഷക്കാലത്തിനിടയിലുള്ള അവരെ പ്രിന്റ് ഔട്ട് എടുത്ത് പരിശോധിച്ചിട്ട് ഈ 6 സിമ്മിൽ നിന്ന് 4 വർഷക്കാലത്തിനിടയിൽ പൾസറിനെ വിളിക്കുകയോ പൾസർ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ദിലീപാണ് ഈ കുറ്റം ചെയ്തതെന്ന് പറയാനാണ് നമുക്ക് എല്ലാവർക്കും, അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇഷ്ടം. എന്നിട്ട് ഇത്രയും ക്രൂരമായ ഒരു പീഡനം നടന്നത് ഞാൻ അംഗീകരിക്കുന്ന ആളല്ല, അതിൽ ദുഃഖിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ജയിലിൽ കിടക്കുന്ന ഈ 1-ാം പ്രതി പോലീസുകാരനെ മേക്കപ്പും ഒക്കെ ഇട്ട് കള്ളനാക്കിക്കൊണ്ട് അവന്റെ സെല്ലിലേക്ക് കടത്തിവിടുന്നു. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല. എന്നിട്ട് അവൻ കൊടുത്ത ഫോണിൽ നിന്ന്, ഈ പോലീസുകാരൻ വേഷം മാറി ചെന്ന പോലീസുകാരന്റെ ഫോണിൽ നിന്ന് ദിലീപിനെ വിളിക്കുന്നു. ആരെ? ഈ പൾസർ സുനി. പക്ഷെ ദിലീപ് ഫോൺ എടുക്കാതെ പോയപ്പോ നാദിർ ഷായെ വിളിക്കുന്നു. ആ നാദിർ ഷായെ വിളിച്ചിട്ട് അയാൾ പറയുന്നത്, ദിലീപ് ഏട്ടൻ എനിക്ക് 1.5 കോടി രൂപ തന്നില്ല എങ്കിൽ എനിക്ക് 2 കോടി രൂപ ഈ വിഷ്വലിന് വേണ്ടി തരാൻ ആളുണ്ട്, ഞാൻ അയാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞത് ലോക്നാഥ് ബെഹ്റയാണെന്ന് DGP അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തോ? റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ അവൻ ഇനിയും വിളിക്കും, അത് റെക്കോർഡ് ചെയ്യണം. അങ്ങനെ 2ാമത് വീണ്ടും നാദിർ ഷായെ വിളിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത CD കൊണ്ടുവന്ന് DGPക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സംസാരിച്ച് അദ്ദേഹത്തോട് ചോദിക്കൂ, ഈ 4 വർഷക്കാലത്തിനിടയിൽ ആ 2 കോടി തരാമെന്ന് പറഞ്ഞ റാസ്കൽ ആരടാ എന്ന് കേരളത്തിലെ പോലീസ് പൾസർ സുനിയോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. അവർക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ കേസിൽ ദിലീപിനെ കണക്ട് ചെയ്യണം. അതെന്താണ് അതിന്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഫോണിൽ കൂടെ, ഈ പ്രോഗ്രാമിലൂടെ പരസ്യമായി പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ എന്നോട് സംശയം ചോദിച്ച ആള്, അദ്ദേഹം എന്തോ ഹുഡ്സൺ എന്ന് പറഞ്ഞ ആള് കേരളത്തിൽ വരുമ്പോ എന്നെ കാണാൻ സമയം ഉണ്ടാക്കിയാൽ ഞാൻ അദ്ദേഹത്തിന് ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഞാൻ ശ്രീ വരാം, ഫ്രാൻസിലേക്ക് വരാം. ശ്രീ ജോൺസൺ, ഹലോ ശ്രീ ജോൺസൺ കേൾക്കുന്നുണ്ടോ? ജോൺസൺ, ഹലോ പറയൂ. ഹലോ, ചോദിക്കൂ. ഓക്കെ ചേട്ടാ, നമസ്കാരം. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെങ്കിലും പൂർണ്ണമായും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് താങ്കൾ എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ചർച്ചകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുമ്പേ താങ്കൾ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടത്, താങ്കൾക്ക് ദിലീപിനെ പരിചയമില്ല എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞിരുന്നു. അതെ 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 അതെ. അപ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തെ പരിചയമുണ്ടോ ശരിക്കും? ഇപ്പൊ നല്ല പരിചയമുണ്ട്. അതെ. അപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ് അതോ? ജയിലിലെ മലയാള സിനിമയിലെ ഒരു വലിയ സംവിധായകൻ ഇയാളെ കാണാൻ ചെന്നു. എന്നോട് ആ സംവിധായകൻ പറഞ്ഞതാണ്, ദിനേശേ, ഞാൻ അവനെ കാണാൻ ചെന്ന് 35 മിനിറ്റ് സംസാരിച്ചതിൽ ഏതാണ്ട് 25 മിനിറ്റോളം അവൻ സംസാരിച്ചത് നിന്നെ കുറിച്ചാണ്. എന്നിട്ട് എന്തേ? എന്നിട്ട് എന്റെ പൊന്നു സാർ, ഇയാൾ എന്നോടൊരു കഥ പറയാൻ വന്നിട്ടില്ല, എന്നോടൊരു സിനിമ ചെയ്യാൻ അവസരം തരുമോ എന്ന് ചോദിച്ചിട്ടില്ല, ഇയാൾ എന്നോട് 100 രൂപ കടം വാങ്ങിയിട്ടില്ല.
ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുകയാണ്. കടം വാങ്ങിയ ലക്ഷങ്ങൾ കടം വാങ്ങിയവരുണ്ട്, ഞാൻ സംവിധായകരാക്കിയവരുണ്ട്, ഞാൻ നിർമ്മാതാക്കളാക്കിയവരുണ്ട്, ഞാൻ അവസരങ്ങൾ കൊടുത്തവരുണ്ട്. ഒരാൾ പോലും എനിക്കൊരു അപകടം വന്നപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാനായില്ല. പക്ഷേ എന്നെ ഇന്ന് വരെ പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി ചാനലുകളിൽ സംസാരിക്കുന്നു എന്ന് എന്റെ അന്യമെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹം എന്തുകൊണ്ട് എനിക്ക് വേണ്ടി സംസാരിച്ചു? ഞാൻ അയാൾക്ക് വേണ്ടി അല്ല സംസാരിച്ചത്. ഞാൻ ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് ഞാൻ പീപ്പിൾ ചാനലിൽ ആദ്യമായിട്ട് പങ്കെടുത്തത്. ആ ചർച്ചയിൽ പോയപ്പോ ഞാൻ അന്നത്തെ ആ കേസിന്റെ കഴിഞ്ഞ 3 ദിവസം നടന്ന സംഭവ പരമ്പരകൾ മൊത്തം പഠിച്ച ശേഷം എനിക്ക് തോന്നി, അയ്യോ, ഈ സംസാരിക്കുന്നവർ പറയുന്ന രീതിയിലല്ലല്ലോ ഈ ചർച്ച പോകേണ്ടതെന്ന് തോന്നിയിടത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഗ്രാജുവലായിട്ട് പിന്നെ എല്ലാവരും എന്നെ കാണാൻ തുടങ്ങിയത് ദിലീപിന് വേണ്ടി പക്ഷം പിടിച്ച് സംസാരിക്കാൻ വരുന്ന ഒരാൾ. ഞാൻ അങ്ങനെ അല്ല പോയത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ജോൺസൺ ചോദ്യം പൂർത്തിയാക്കില്ല എനിക്ക് തോന്നുന്നു. ജോൺസൺ പൂർത്തിയാക്കൂ. അതെ, ഞാൻ എന്റെ ചോദ്യം സാറിന് കേൾക്കാവോ? ചേട്ടന് കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, ഈ കഴിഞ്ഞ ദിവസം ഈ ബാലചന്ദ്രൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഒരു സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ച്. അദ്ദേഹത്തെ വിളിക്കുകയും ഇതിനകത്ത് പിന്തുണ അറിയിക്കുകയൊക്കെ ചെയ്തു എന്ന് അദ്ദേഹം പറയുണ്ടായി. പക്ഷെ കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറുകളും നമ്മൾ പറഞ്ഞ ആരും തന്നെ അതിനെ നിഷേധിച്ചിട്ടില്ല. അത് താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ അതാരാണെന്ന്? ഇതിന് വ്യക്തമായ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ട്, വ്യക്തമായ ഇതിന്റെ പിന്നിൽ കളിച്ചവരുണ്ട്. അവരെല്ലാം സിനിമാക്കാർ തന്നെയാണ്. ദിലീപിന്റെ പതനം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് മലയാള സിനിമയിലുണ്ട്. ഇയാളുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ഒരു സംഘം ആൾക്കാരുണ്ട്. അതിന്റെ മാസ്റ്റർ ബ്രെയിനുകളായ ഒരു സംഘം ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പുറകെ കളിക്കുന്നത്. ഈ ആശംസ അയക്കുന്നതും ബാലേന്ദ്രകുമാറെ നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് ആശംസ അറിയിക്കുന്നതൊക്കെ ആരൊക്കെയെന്ന് മലയാള സിനിമയിലെ പൊതുസമൂഹത്തിന് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല എങ്കിൽ നന്നായിട്ട് ദിലീപിന് അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അയാൾക്ക് ആരെ കൂട്ടുകൂടണം, ആരെ കൂട്ടുകൂടിക്കൂടാ എന്നുള്ള ഒരു ചിന്തയില്ലാത്ത ഒരുത്തനാണ് ദിലീപ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോ ബാലചന്ദ്രകുമാറിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കാൻ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ടിന് പോകുന്നവർക്കൊക്കെ ഈ സ്റ്റോറിയിൽ പങ്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ ഒരു കാര്യം ഇവിടെ, ഇപ്പോൾ ദിലീപ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും നമുക്ക് മനസ്സിലാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ളവരും സ്വാധീനമുള്ളവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സ്വാധീനമൊക്കെ ഡിപ്പെൻഡ് ആണ്, അത് ഓരോരുത്തരും താരങ്ങളാണ്. അതെ, അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ദിലീപ് അവരെക്കാൾ ഉപരിയാണ് എന്ന് ചില വാർത്തകൾ വന്നു. തിലകൻ അടക്കമുള്ളവർ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയം ഉണ്ടായിട്ട് ഇപ്പൊ 4 വർഷം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 4 വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും സ്വാധീനമുള്ള ദിലീപ് ഈ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാകുന്ന രീതിയിൽ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് ചോദ്യം ഉത്തരം താങ്കളിൽ തന്നെ ഉണ്ട്. കാരണം അത് അയാള് കേസുമായി മാറി നിൽക്കുന്നു. 1, 2 അയാൾ അമ്മയിൽ നിന്ന് രാജിവെച്ചു. അമ്മയിലെ അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ. അതായത് അമ്മയുടെ ഫണ്ടിന് വേണ്ടി ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. അത് ആദ്യം സുരേഷ് ഗോപി ഏൽപ്പിക്കുന്നു. 2 വർഷക്കാലം സുരേഷ് ഗോപി കൊണ്ട് നടന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മമ്മൂട്ടി ഏൽക്കുന്നു. മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. 3ാമത് ദിലീപ് പറയുന്നു, ഞാൻ ചെയ്യാം, ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളെ കൃത്യമായിട്ട് തന്നാൽ ഞാൻ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, നഷ്ടമായാലും ലാഭമായാലും 5 കോടി രൂപ അമ്മയ്ക്ക് തരാം, പക്ഷെ ഞാൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ ആർട്ടിസ്റ്റുകളെ കിട്ടണം, തരാമെന്ന് പറയുന്നു. അയാൾ പടം ചെയ്യുന്നു, 2020 എന്ന് പറഞ്ഞ പടം ചെയ്യുന്നു. അയാൾക്ക് ഏതാണ്ട് 22 കോടിയോ 28 കോടിയോ എന്തോ ആ പടത്തിൽ നിന്ന് ലാഭം കിട്ടുന്നു. അയാൾ 5 കോടി കൊടുക്കാമെന്ന് പറഞ്ഞ അമ്മയ്ക്ക് 6.5 കോടി രൂപ അയാൾ കൊടുക്കുന്നു. അങ്ങനെ കുറെ ഭാഗ്യം കൂടിയാണ് അയാളുടെ പറ്റി ഞാൻ അറിഞ്ഞത്. ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ, ഒരു നൊട്ടോറിയസ് ക്രിമിനലായ ഒരു ചെറുക്കൻ ദിലീപിന്റെ ശത്രുവായി മാറിയതിനെ പറ്റി ഒരാൾ എന്നോട് പറഞ്ഞത്, അവൻ എവിടെയെങ്കിലും പോയി ഒരു 4 കോടി രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങാനായിട്ട് സംസാരിച്ചു വെക്കുമ്പോൾ ദിലീപിന് വേണ്ടി സംസാരിക്കുന്നവർ പോയി കണ്ടിട്ട് ദിലീപിനെ വിളിച്ചോണ്ടി കാണിക്കുന്നു. ദിലീപ് അത് കണ്ടോടെ തന്നെ പറയുന്നു, ഞാനിത് 5 കോടി രൂപ തരാം എന്ന് പറയും. 5 കോടി രൂപയ്ക്ക് ദിലീപ് വാങ്ങിയിട്ട് 6-7 ദിവസം കഴിയുമ്പോൾ അത് 12 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. ഈ രാഷ്ട്രീയ നേതാവിന്റെ മകന് ദേഷ്യം വരുമോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇങ്ങനെ ഇവൻ ബിസിനസ്സിലായാലും സിനിമയിലായാലും ഭാഗ്യം ചെയ്തവനാണ്. ഒരുപാട് സമ്പന്നനായി പെട്ടെന്ന്. അയാൾ വസ്തു കച്ചവടത്തിലൊക്കെ അയാളെ പറ്റി പറയുന്നത് കേട്ടാൽ ഭയങ്കര, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. 5 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾ 6.5 കോടി രൂപ അമ്മയ്ക്ക് കൊടുത്തു. കാരണം അത്രയും ലാഭം അയാൾക്ക് വന്ന് കയറിയപ്പോൾ അതിൽ നിന്ന് അയാൾ ഒരു ഷെയറും കൂടെ അമ്മയ്ക്ക് കൊടുത്ത ആളാണ്. അങ്ങനെ ബിസിനസ്സിലും സിനിമയിലും ഇപ്പോ അയാൾ വന്നതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു അയൽപക്കക്കാരനായ ഒരു ചെറുപ്പക്കാരന്റെ കഥാപാത്രങ്ങളിലൂടെ അയാൾ പെട്ടെന്ന് ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കുകയും കുട്ടികളുടെ ഒരു നായകനായി മാറി. CID മൂസ പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ കുഞ്ഞുകൂനൊക്കെ പറക്കും തളിയൊക്കെ വന്നപ്പോൾ അയാൾ കുട്ടികളുടെ ആരാധനാപാത്രമായി മാറുകയും ഒരു ആകാര സൗഷ്ഠവമോ അത്രയും സുന്ദരനായ ഒരാളോ ഒന്നും അല്ലാതിരുന്നിട്ട് പോലും
മോഹൻലാലിനെ പോലെ അഭിനയിക്കാനുള്ള മിടുക്കോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ നല്ല പൗരുഷമുള്ള ശബ്ദമോ സുരേഷ് ഗോപിയെ പോലെ ഒരു ആകാര വടിവോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനല്ലേ. പക്ഷെ അയാൾ പെട്ടെന്ന് ക്ലിക്കായി സിനിമയുടെ ജയപരാജയങ്ങളിൽ വിജയ സൈഡിൽ നിൽക്കുന്ന ഒരാളായി വളർന്നു വന്നപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും സിനിമയിൽ അസ്വസ്ഥത ഉണ്ടാവും എന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പൊ തന്നെ ചർച്ചകളിൽ അയാളെ ഏറ്റവും കൂടുതൽ വെട്ടി നിരത്താൻ വരുന്ന സിനിമാക്കാരെ നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ അവരെ മുഖത്ത് നോക്കി ചർച്ചകൾ ചോദിച്ചിട്ടുള്ളതാണ്. കാരണം അവർക്കൊരു ഡേറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുത്ത ഡേറ്റ് പിൻവലിച്ചു. ഇതൊക്കെയാണ് ദിലീപിനെതിരെ സംസാരിക്കാൻ ചാനലിൽ വരുന്ന ഈ സഹോദരന്മാർ കാണിക്കുന്ന വെപ്രാളം. എന്നാൽ അവര് ഇവിടെ ഇപ്പൊ താങ്കൾ ചോദിച്ചുള്ള നേരത്തെ താങ്കൾ എന്തുകൊണ്ട് ദിലീപിന്റെ കൂടെ സൈഡ് ചെയ്തു? ഞാൻ ദിലീപിന്റെ സൈഡൊന്നുമല്ലെന്നാ. പക്ഷേ ഈ ചർച്ചയിൽ വരുന്നവന്മാർ ഒറ്റ എണ്ണമെങ്കിലും സദാചാര ബോധമുള്ളവന്മാരുണ്ടോ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയേ. പക്ഷെ ദിനേശ് സദാചാര ബോധമുള്ളവനെന്ന് ആരെയും മുമ്പിലും നെഞ്ചു വിരിച്ചു പറയാം. കാരണം ഞാനൊരു നടിയുടെയും കൂടെ കിടക്കുമെന്ന് ചോദിച്ചിട്ടില്ല. ഈ വന്നിരുന്ന് ഈ സഹോദരിയുടെ ഓക്കെ, വ്യക്തമാണ്. ഞാൻ സനീഷിലേക്ക് പോവാണ്. ശ്രീ സനീഷ്. ഓക്കെ, നമസ്കാരം ദിനേശ് ചേട്ടാ. ഞാൻ അങ്ങയുടെ ഡിബേറ്റിലൊക്കെ നിരന്തരം, അതായത് ഈ ഇൻസിഡന്റ് നടന്ന കാലഘട്ടം മുതൽ കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ കേസ് ഇപ്പം റീസെന്റ്ലി ആണ് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം വന്ന ഇത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഇപ്പം ദിനേശ് ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ അദ്ദേഹം സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തിട്ട് മാറ്റി എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഡേറ്റ് കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണോ ഇദ്ദേഹം ഇത് പറയുന്നത്? അതോ ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഇദ്ദേഹത്തിനെ പുഷപ്പ് ചെയ്യാൻ, അതായത് പണമോ അങ്ങനെ എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് ആരെങ്കിലും പുഷപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊരു സാമാന്യ രീതിയിലൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്കൊരു പറയാൻ പറ്റും? അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതായത് സിനിമാക്കാരൊന്നും അല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ എന്റെ മുന്നിൽ വെച്ച് കേരളത്തിലെ ഒരു എന്താ പറയുക സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന, ഒരു IPS കാരനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് എൻ്റെ പ്രസൻസിൽ ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. അയാൾ എൻ്റെ കൂടെ പറഞ്ഞതാണ്, ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് പുല്ല് പോലെ ഊരിച്ച് ദിലീപേട്ടന് ഇറക്കി തരാം, പക്ഷെ 10 കോടി രൂപ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് അതേ വാഗുകൊണ്ട് തന്നെ അയാൾ എന്താ പറയാണ്, യവന്മാർ 10 പൈസ മുടക്കൂല, ഒരു ചായ വാങ്ങിച്ച ഒരുത്തിന് കൊടുക്കാത്തവന്മാരാണ്, അതുകൊണ്ട് തന്നെ ദിലീപിന്റെ അനിയനോ ദിലീപിന്റെ അളിയനോ ഈ 10 കോടി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കൂല, 10 പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞ് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോ ഈ കേസ് അന്വേഷിക്കുന്നതിൽ ആ ഉദ്യോഗസ്ഥനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാളെ വരുന്ന ഭാരത് ലൈവിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം സൂക്ഷിക്കണം. അദ്ദേഹത്തിന്റെ ഫോൺ റെക്കോർഡുകളും ഇവൻ റെക്കോർഡ് ചെയ്തിരിക്കാം. കാരണം ഇവനൊരു ക്രിമിനലാണ്. കാരണം ഒരു വീട്ടിൽ, ഞാൻ താങ്കളുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് ചായ കുടിച്ച് പിരിയുന്നതിനിടയിൽ നമ്മൾ സ്വകാര്യമായി പലതും പറയും. അതിനെ റെക്കോർഡ് ചെയ്ത് കൊണ്ട് പോകുന്നവൻ ആരായാലും ശരി, ഇനി ആരായാലും മഹാത്മാഗാന്ധി ആയാലും ശരി, ഞാൻ പറയും അത് ക്രിമിനലാണെന്ന്. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യില്ല. ഞാൻ എൻ്റെ ഫോണിൽ ആര് വിളിച്ചാലും എന്തു പറഞ്ഞാലും, ഇപ്പൊ ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേര് വിളിക്കും, പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുകയില്ല. കാരണം അങ്ങനെ ഒരു ഒറ്റ കാര്യം കൂടെ, ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. അതായത് സോളാർ കേസില് ഈ അച്യുതാനന്ദൻ കൊടുത്ത അച്യുതാനന്ദന്റെ ഒരു പരാമർശത്തിനെതിരെ ഉമ്മൻചാണ്ടി കൊടുത്ത പരാതിയിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ട് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അപ്പൊ അതുപോലെ ഈ ഇങ്ങനെയുള്ള ഈ അനാവശ്യ കേസുകൾ കൊടുക്കുന്ന ഇയാൾക്കെതിരെ കേസിന് ഫയൽ ചെയ്യാനൊന്നും ഇദ്ദേഹം എന്താണ് മുതിരാത്തത്? ഞാൻ അത് നല്ല ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. 10 ലക്ഷം അല്ല കേട്ടോ, ഉമ്മൻചാണ്ടിക്ക് 10 ലക്ഷവും 10,10,000. അതെ, 10 ലക്ഷം 10% പലിശയും കൊടുക്കാനാണ് വിധി വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഞാൻ ഒരു ദിവസം ഈ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം ദിലീപിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ദിലീപിനെ കണ്ട സമയത്ത് ഞാനും പട്ടണം റഷീദ് എന്ന് പറഞ്ഞ മേക്കപ്പ് മാനും കൂടെയാണ് കണ്ടത്. അന്ന് ഞാൻ പറഞ്ഞു, ദിലീപേ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്തേനെ. ഒന്ന്, 88 ദിവസം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്ന പിറ്റേ ദിവസം ഞാൻ എന്നെ ദ്രോഹിച്ചവരെ മൊത്തം പേരെ എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. കാരണം എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഒരു ദിവസം കിടക്കാൻ പോലും എന്നെ ജീവിതത്തിൽ കിടക്കില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ക്രിമിനലായിട്ട് നടക്കുന്ന ഒരാളല്ല. 2, നിങ്ങൾ ഇത്രയും യൂട്യൂബിലൂടെയും ചാനലിലൂടെയും നിങ്ങളെ വ്യക്തിഹത്യ നടത്തുന്ന, നിങ്ങളും മഞ്ജു വാര്യരും കിടപ്പറയിൽ പോലും പരാജയമായിരുന്നു എന്നൊരു പത്രപ്രവർത്തകൻ പറയണമെങ്കിൽ അവ ആ കട്ടിലിന്റെ അടി കിടക്കണമല്ലോ. ഇങ്ങനെ പറയുന്നവന്മാരെ പേരിൽ നിങ്ങളൊരു മാനനഷ്ട കേസ്, ഞാനാണെങ്കിൽ എൻ്റെ വീട് വിറ്റിട്ടായാലും ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തേനെ. നിങ്ങൾ എന്താണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ ഒരു പ്രശ്നം, ഞാൻ അയാളെ പലപ്പോഴും വിചാരിക്കുന്ന ഒരു മാനസിക രോഗി എന്നാണ്. കാരണം ഇയാളുടെ എന്ത് നമ്മൾ പറഞ്ഞാൽ അയാൾ പറഞ്ഞ മറുപടി, മോളിൽ ഇരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട്, മോളിൽ ഇരിക്കുന്നവർ, ഇയാൾ അന്ധമായ ഈ ദൈവവിശ്വാസം, അതിന്റെ ഭയങ്കര കുഴപ്പമുണ്ട് ഇയാൾക്ക്. രാവിലെ ഒരു അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയുന്നു, സന്ധ്യ മാഡത്തിന് ഇന്ന് 3 മണിക്കുള്ള ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് പോകണം.
അതിനു മുമ്പ് നിങ്ങൾ കൊടുത്ത ചോദ്യങ്ങളിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ അവർക്ക് സംശയമുണ്ട്, ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മറ്റേ മാസശമ്പളം കൊടുക്കുന്ന പേഴ്സണൽ ഈ അഡ്വക്കേറ്റ് ഒക്കെ ഉള്ള ആളാണ്. ഫിലിപ്പ് എന്നാണ് വക്കീലിന്റെ പേര്. ഈ ഫിലിപ്പിനോട് പോലും ചോദിക്കാതെ, സജഷൻ ചോദിക്കാതെ അമ്പലത്തിൽ നിന്ന് നേരെ ചെന്ന് കയറി മാഡത്തിനെ വിളിക്കൂ, എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ പിടിച്ചകത്തിട്ടു. അങ്ങനെയാണ് ഇയാൾ അകത്തായി പോണേ. അപ്പൊ അപ്പോഴും അയാൾ പറഞ്ഞ എന്തെന്നറിയോ, മോളി ഇരിക്കുന്ന ഒരാൾ ഇത് കാണുന്നുണ്ടെന്നാണ്. ഇങ്ങനെ മോളി ഇരിക്കുന്ന ആളിന് ഇതൊക്കെ നോക്കലാണ് ജോലി. ഈ അന്ധമായ ദൈവത്തിനെ പിടിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനപ്പുറം ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിലാണ് ഇയാൾ ദൈവങ്ങളെ കാണുന്നത്. ദൈവമാണ് എല്ലാം, അദ്ദേഹം എല്ലാം നോക്കിയോളൂ എന്ന് പറയുന്ന അത് ചിലപ്പോൾ അയാൾക്ക് ശക്തിയായിരിക്കാം. ദിലീപിന് മാനസികമായി ശക്തി കിട്ടുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന ഇയാളെ ചാനലുകളിലൂടെയും യൂട്യൂബിലൂടെയും അധിക്ഷേപിക്കുന്ന നൊട്ടോറിയസ് ക്രിമിനലുകളുടെ ജീവിത സ്വഭാവമുള്ള ആൾക്കാരെ ആരെയും അയാൾ കേസ് കൊടുക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കൂടെ ഇയാളെ കുറിച്ച് പുച്ഛം തോന്നും. ഇയാൾ ഇതൊക്കെ കേട്ടിട്ട് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നല്ലോ. ഞാനാണെങ്കിൽ ഇരിക്കില്ല. ഒന്നുകിൽ തല്ലും അല്ലെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുക്കും. അയാൾ ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ മലയാള ഒറ്റ ക്വസ്റ്റ്യനോടെ ഈ മലയാള ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ ഈ മലയാള സിനിമയില് ഇങ്ങനെയുള്ള ലോബികള്, അതായത് എന്താ പറയാ, ഓരോരുത്തരെ അവരവരുടെ കീഴിൽ വരുതിയിലാക്കാനുള്ള ഒരു ലോബി പ്രവർത്തിക്കുന്നതായിട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ നിലവിൽ? ഞാൻ ലോബികളെന്നല്ല അവരെ പറയാറ്, അവരെ എർത്തുകളെന്നാണ് പറയാറ്. ഇപ്പൊ മമ്മൂക്ക വരുമ്പോ നിങ്ങൾ കണ്ടു നോക്കൂ വിഷ്വലുകളിൽ, അദ്ദേഹത്തിന്റെ അപ്പുറം ഇപ്പുറം ഈ ബ്ലാക്ക് കാറ്റുകളെ പോലെ കുറെ എർത്തുകൾ ഇങ്ങനെ കൈയൊക്കെ വെച്ച് മറ്റുള്ളവരാരും ഇയാളെ തൊട്ട ഉടഞ്ഞു പോകുന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കും. അതുപോലെ മോഹൻലാൽ നെടുപടി വേണം മരിച്ചെടുത്ത് രാത്രി 12 മണിക്ക് വന്നപ്പം അപ്പുറവും ഇപ്പുറവും 2 എർത്തുകൾ മാറിക്കോ എന്തോന്ന് മാറിക്കോ. മോഹൻലാലിന്റെ ദേഹത്ത് ആരെങ്കിലും ഒരു ആരാധനയുടെ ഒരാൾ തൊടുകയോ ഒരു ഷേക്കാൻ്റെ കൊടുത്ത ലോകം ഇടിഞ്ഞു വീഴോ? ഇങ്ങനെ കുറെ എർത്തുകളുടെ ലോകത്താണ് ഇവരെല്ലാം ജീവിക്കാറ്. കാരണം കാശുണ്ടാക്കി പേരും പ്രശസ്തിയും വരുമ്പോ കുറെ എണ്ണം ചെന്ന് പരാന്ന ഭോജികൾ ചെന്ന് ഇവന്മാരെ ഒട്ടും. അപ്പൊ സമയം പോകാൻ വേണ്ടി ഈ ജോക്കർമാരെ കൊണ്ടു കിടക്കും. എനിക്ക് പേര് പോലും പറയാൻ നാണമില്ലാത്ത ഒരാളാണ്, പേടിയൊന്നുമില്ല എനിക്ക് പറയാൻ. ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഒരു നാണമില്ലാതെ മമ്മൂട്ടിയുടെ എർത്ത്, മോഹൻലാലിന്റെ എർത്ത്, സുരേഷ് ഗോപിയുടെ എർത്ത്, ദിലീപിന്റെ എർത്ത് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ദിലീപിന്റെ വിശ്വാസത്തെ പറ്റി പറഞ്ഞു ഇഷ്ടം. ഓക്കെ ഞാൻ ഫ്രാൻസിലേക്ക് വന്നതിന് ശേഷം ഞാൻ നീതുവിലേക്ക് വരാം. അടുത്ത ഞാനല്ലേ ഫ്രാൻസിസ് ചേട്ടൻ കഴിഞ്ഞു? അല്ല അതെ, പക്ഷെ നമുക്കൊരു ലേഡി സ്പീക്കർ ഉണ്ട്, അവരെ നമ്മൾ പരിഗണിക്കാറുണ്ട്. ഓക്കെ ശ്രീ ഫ്രാൻസിസ് ചോദിച്ചോളൂ. അതായത് താങ്കള് ദിലീപിന്റെ വിശ്വാസത്തെ പറ്റി പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചോദിക്കാനുള്ളതേ, ഈ ഇപ്പോ ബാലചന്ദ്രൻ ഒരു 10 കോടിയുടെ കാര്യം പറഞ്ഞു, അതൊരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ നിങ്ങള് പോലീസ് വേഷം മാറി വളരെ ബുദ്ധിമുട്ടി സുനീരെ അടുത്ത് ചെന്ന് അവരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചതായിട്ടും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇതില് ഒരു കൃത്യമായ ഒരു കുറ്റവാളി ഉണ്ട്, ഇത് പോരാ, ഇത് വൻ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കേസ് ഫാബ്രിക്കേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ച ഒരു വൻ ഗൂഢസംഘം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരും ചില ക്രിമിനൽ വക്കീലന്മാരും അടങ്ങുന്ന ഒരു ഗൂഢസംഘം ഈ ദിലീപിനെ ഈ കേസിൽ പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഒരു തോന്നലോ ആരോപണം താങ്കൾക്കുണ്ടോ? അല്ല, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പൊ 36 പേജുള്ള ഒരു പൾസർ സുനിയുടെ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് ജയിലർ അറിയാതെ ഒരു പേപ്പർ പോലും കിട്ടില്ലല്ലോ. അങ്ങനെ ജയിലർ കൊടുക്കുകയാണെങ്കിൽ ജയിലിലെ സീലടിക്കണം ആ പേപ്പർ. അവൻ അതിൽ എന്തെഴുതിയാലും ശരി, ദേശവിരുദ്ധ കാര്യങ്ങളാണോ എന്താണ് എഴുതണമെന്ന് അറിയില്ലല്ലോ. അവൻ എഴുതി കഴിഞ്ഞാൽ അത് ജയിലർക്ക് വായിക്കാൻ കൊടുത്തിട്ട് ഇത് പുറത്തു വിടാൻ യോഗ്യത ഉള്ളതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അയാൾ അത് പോസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് 36 പേജിൽ കത്തെഴുതി ജയിലറോ ജയിലിലെ ഒരു ഈച്ച പോലും അറിയാതെ പൾസറിന്റെ അമ്മയെ ഏൽപ്പിച്ചു. ജയിലിൽ നിന്ന് 2017 എന്തോ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അത് മാത്രം അന്വേഷിക്കാൻ പോയാൽ മാത്രം മതി ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. കാരണം ഈ കത്ത് എവിടുന്ന് കിട്ടി? എങ്ങനെ ഈ പൾസർ 36 പേജ് എഴുതിയ പേപ്പർ എവിടുന്ന്? ആ പേപ്പർ എങ്ങനെ പുറത്തു പോയി? കൃത്യമായി അമ്മയുടെ കയ്യിൽ എങ്ങനെ കിട്ടി? ഇതൊന്നും പക്ഷെ ആ വശമൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ലല്ലോ. പോലീസിന് അത് വേണ്ട. പോലീസ് അന്വേഷിക്കുന്ന ഏകോത്തരം ക്രൈസ്റ്റ് എന്ന് പറയും പോലെ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇയാളെ എങ്ങനെയെങ്കിലും ഈ ലെറ്റർ വെച്ചോ. 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ പഠിച്ചൊരു പീറ ചെറുക്കനാണ് അവൻ. ഈ 36 പേജിൽ രാമായണം എഴുതി വെച്ചേക്കുന്നത്. ഇത് വേറെ ആൾ എഴുതിയാണെന്ന് ഏത് പൊട്ടൻ മനസ്സിലാവാത്തെ? അതുകൊണ്ടാണ് ഇപ്പൊ തള്ള നടക്കണത്. തള്ള പറയാണ്, അയ്യോ എന്റെ മോനെ ദിലീപാണ് എല്ലാ ചതിയിലും ചാടിച്ചതെന്ന്. മേനകയെ പോകാൻ പോയ ചെറുക്കനാണ്. ആലോചിക്കേ, RSSുമായി ബന്ധം അവരുടെ ഭർത്താവായ നിർമ്മാതാവ് സുരേഷ് കുമാറിന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവരന്ന് രക്ഷപ്പെട്ടത്.
ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവൻ കാറും കൊണ്ട് ചെല്ലുന്നതെന്ന് പറഞ്ഞ ടെമ്പോ ട്രാവലറും കൊണ്ട് ചെന്നിട്ട് അവരെ റൂട്ട് മാറ്റി കൊണ്ടുപോകുമ്പോൾ അവർ മെസ്സേജ് ഇടുകയും സുരേഷ് കുമാർ കൃത്യമായിട്ട് ജോണി സാഗരിയെ വിളിച്ചിട്ട് കളിക്കരുത്, എൻ്റെ ഭാര്യയാണ്, നിന്റെ ഡ്രൈവർ ഇതാ റൂട്ട് മാറ്റി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് അന്ന് അങ്ങനെ പറയുകയും എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ആ കേസ് നിലനിൽക്കുകയാണ്. അതുപോലെ പൾസറിന്റെ വണ്ടി ബൈക്ക് മോഷ്ടിച്ചതിന്റെ പേരിലാണല്ലോ, അല്ല പൾസർ കമ്പനിയുടെ മുതലാളിയല്ലല്ലോ പൾസർ സുനിയായത്. അവന്റെ തള്ളയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും മാതൃകാ വനിത. അവര് പറയുന്നത് എന്റെ മോനെ ദിലീപാണ് എല്ലാം ചെയ്യിച്ചത്. അത് ഇപ്പൊ മേനകയെ തട്ടിക്കൊണ്ടുപോകാനും ദിലീപ് പറഞ്ഞിട്ടാണോ അവൻ തട്ടിക്കൊണ്ടുപോയത്? അല്ലെങ്കിൽ പൾസർ ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് പോയത് ദിലീപ് പറഞ്ഞിട്ടാണോ? ഇപ്പൊ കേരളത്തില് ചർച്ചയ്ക്ക് വരുന്ന അല്ലെങ്കിൽ കോടതിയിൽ ജാമ്യം സാക്ഷി പറയാൻ വരുന്ന എല്ലാരും പറയണ എന്താണെന്നറിയോ? എന്നെ ദിലീപ് കൊല്ലും. ഈ ബാലേന്ദ്രകുമാറും പറഞ്ഞു, എടാ കൊല്ലുമെന്ന് പേടിയുണ്ടെങ്കിൽ നീ എന്തിനാ പറയാൻ പോയേ? അപ്പൊ എളുപ്പമാണ് ഇങ്ങനെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ദിലീപ്, എല്ലാവരെയും കൊല്ലുക, എന്താ പറയാ കള്ളക്കേസിൽ കൊടുക്കുക, ഇങ്ങനെ എന്ത് നൊട്ടോറിയസ് കാര്യങ്ങൾ. ഈ കേസിന് മുമ്പ് അയാളുടെ ജീവചരിത്രം എടുത്ത് നോക്കൂ. അയാൾ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ല, ഒരു ബൈക്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോയതിന് പോലും പ്രതിയല്ല. അയാൾ ഈ കേസിൽ പെടുന്നവരെ ഒരു ക്രിമിനൽ അല്ല അയാള്. പക്ഷെ അയാള് കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ആക്കാനാണ് ഒരു വിഭാഗത്തിന്, ഞാൻ പൊതുസമൂഹം ഒന്നും പറയില്ല, ഒരു വിഭാഗത്തിന് ദിലീപിനെ ഒരു വലിയ നൊട്ടോറിയസ് ക്രിമിനലാക്കി കാണാനാണ് ഇഷ്ടം. അതവര് വിജയിപ്പിക്കുമെങ്കിൽ വിജയിപ്പിക്കട്ടെ, അതേ എനിക്ക് പറയാം. ഓക്കെ